നീ ആരെയാ കൂടെ കൊണ്ടുവന്നത്? അറ്റ്ലീസ്റ്റ് അമ്മയുടെ റെപ്യൂട്ടേഷനെ കുറിച്ച് ചിന്തിച്ചുകൂടായിരുന്നു നിനക്ക്? ഇതെന്റെ ഫിയാൻസിയാണ്. എന്റെ ഭർത്താവ് ഇംപീരിയൽ ഹോട്ടലിന്റെ മാനേജറാണ്. അദ്ദേഹം അമ്മയ്ക്ക് ഗോൾഡൻ ഫ്രെയിമിൽ ഡയമണ്ട് പതിപ്പിച്ച കണ്ണടയാണ് ഗിഫ്റ്റ് ചെയ്തത്. ഐ എം ഷുവർ നിന്റെ ഈ പിച്ചക്കാരൻ ഫിയോൻസെ ബലൂൺ അല്ലാതെ വേറൊന്നും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അമ്മയുടെ കാലത്ത് ഒരു സൂപ്പർ സ്റ്റാർ ഹീറോയിൻ യൂസ് ചെയ്ത ഒരു ഇയറിംഗാ ഞാൻ കൊണ്ടുവന്നത്. 10 പൈസയ്ക്ക് വകുപ്പില്ലാത്ത നീ നിന്റെ ചോർ ബസാർ ആണെങ്കിൽ കൊണ്ട് വന്നേക്കുന്നു. ആ വലിയ വാർത്തയുടെ സമയമായി. ഇന്നലെ രാത്രി സൂപ്പർ സ്റ്റാർ ഹീറോയിൻ മേനകയുടെ ഏർണിംഗ് 100 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റു. അത് വാങ്ങിയ കോടീശ്വരന്റെ പേര് മിസ്റ്റർ ഇഷാൻ കപൂർ. അസാനി എന്റർപ്രൈസസ് ആൻഡ് ഇൻഡസ്ട്രീസ്. കോടികളുടെ സമ്പത്തും ആസ്തിയും ആയിരക്കണക്കിന് ആളുകളുടെ ഭാവി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഈ ബിസിനസ്സിന് ഒരു അവകാശമില്ല. നിങ്ങൾ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ട സമയം. ഒരു ബന്ധം നിലനിർത്താൻ മാത്രമല്ല, ഈ പേര്, ഈ പാരമ്പര്യം നിലനിർത്താൻ കൂടി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മേത്ത ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്, ലാവ്നി എന്റർപ്രൈസസ് ഇവരുടെ ഫയലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ആദ്യം എനിക്ക് ഒരു ഭിക്ഷക്കാരന്റെ വേഷം ഒരു, കൂടാതെ 10 ലക്ഷം രൂപയുടെ ഒരു ചെക്ക്. എന്തിനു സർ? എന്താ സംഭവിച്ചത്? അതൊക്കെ നിനക്ക് സമയമാകുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ചെയ്. ശരി സർ. ലോകം മുഴുവൻ എൻ്റെ ഉള്ളം കയ്യില. പക്ഷേ എൻ്റെ ലോകം ഈ മോതിരത്തില, ഈ റിങ്ങില്, ഈ ഡിസൈനെ അല്ല. എൻ്റെ മനസ്സിന്റെ സത്യസന്ധതയെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്ക് കണ്ടുപിടിക്കണം. ഈശ്വരനെ ഓർത്ത് ഒരു നേരത്തിനുള്ള ഭക്ഷണത്തിനുള്ള പണം തരൂ. എന്നോട് കരുണ കാണിക്കേ. എന്തെങ്കിലും തരൂ. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട്. ഇത് നേഹയല്ലേ? HR ഡിപ്പാർട്ട്മെന്റിലുള്ള ഇവൾക്കൊക്കെ ഞാൻ നല്ല സാലറി കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ മനസ്സിന്റെ സ്കോർ കാർഡ് 0 ആണ്. മിണ്ടി മിണ്ടി, ഇവിടേക്ക് വന്നേ. നോക്ക് നോക്ക് നോക്ക്, ഇത് അവനല്ലേ? അയ്യോ അതെ, ഇതവൻ തന്നെയാ. അതെ, ഇതാണ് ഈ ഭിക്ഷക്കാരൻ. വാ വാ, അല്ലെങ്കിൽ അവൻ നമ്മളോടും പണം ചോദിക്കും. വാ. നിന്റെ മുഖം, നിന്റെ ആ കുസൃതിയുള്ള കണ്ണുകള്, ദൈവമേ എന്തൊരു അത്ഭുതമാണിത്. എക്സ്ക്യൂസ് മീ, എനിക്ക് നല്ലോണം വിശക്കുന്നു. കുറച്ച് പണം തരാമോ പ്ലീസ്? ഓഫ് കോഴ്സ്. ഇതാ. രൂപയോ? അയ്യോ എന്റെ തെറ്റാ. ഇന്നത്തെ കാലത്ത് 200 രൂപ കൊണ്ട് എന്ത് കിട്ടും? 1 മിനിറ്റ്. ഇതാ. ഇതിൽ കൂടുതലൊന്നും തരാൻ കഴിയില്ല. ബാക്കിയെല്ലാം ഹോസ്റ്റൽ ഫീസാ. ബൈ. 1 മിനിറ്റ്. പറയൂ. ഇത് തനിക്കാ. ഇതെന്താ? തന്റെ നല്ല പ്രവൃത്തിയുടെ ഫലം. നീ എന്താ എന്നെ കളിയാക്കിയതാണോ? നിന്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടെങ്കിൽ? അല്ല അല്ല, നീ തെറ്റിദ്ധരിക്കുക. ആരോ ഇത് എന്റെ പാത്രത്തിൽ ഇട്ടതാ. ഇതുകൊണ്ട് എനിക്ക് ഉപയോഗമൊന്നുമില്ല. ഓ, ആരോ നിന്നെ കളിയാക്കാൻ ചെയ്തതാകും ഇത്. ഈ ബാങ്ക് എനിക്കറിയാം. ഇവിടെ നിന്ന് പണം പിൻവലിക്കാൻ സിഇഒയുടെ സൈൻ വേണം. റാണി എന്റർപ്രൈസസും എനിക്ക് നന്നായി അറിയാം. ഈ ചെക്ക് ഫേക്കാ. 1 മിനിറ്റ്. അമ്മേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ സ്വീറ്റ് അമ്മയ്ക്ക് ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ. താങ്ക് യു മോളെ.
എന്റെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ സമയത്തിന് തന്നെ എത്തണം കേട്ടോ. ലഞ്ച് ടൈമിന് മുമ്പ് എത്തണം. എന്റെ ചേച്ചിയും ഭർത്താവും വരുന്നുണ്ട്. ശരി മാം, ഞാൻ സമയം പോലെ എത്താം. പിന്നെ മോളെ, ഞാൻ അവസാനമായിട്ട് നിന്നോട് ചോദിക്കാം, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കൂടെ കൊണ്ടുവരൂ, ഓക്കെ? അല്ലെങ്കിൽ നമ്മുടെ സർപ്പഞ്ചിയുടെ മകനില്ലേ ജയരാജ്, അവനെ നീ അറിയല്ലോ. അവൻ നിന്നെ വിവാഹം കഴിക്കാൻ റെഡിയാണ്. അവൻ വലിയ പണക്കാരനാ. അവരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. നമ്മൾക്ക് പിന്നെ എന്ത് വേണം അല്ലേ? എന്താ അമ്മ ഇന്ന് വീണ്ടും തുടങ്ങിയല്ലേ? എപ്പോ കണ്ടാലും ഇത് തന്നെ പറയാനുള്ളൂ. ഇത് വല്ല ബർത്ത്ഡേ കേക്കുവാണോ ഓർഡർ ചെയ്തെടുക്കാൻ? ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിവാഹം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. നീ ഇങ്ങോട്ട് വാ, വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം, ഓക്കെ? ശരി അമ്മ. പക്ഷെ അമ്മേ അമ്മേ, ആ ജയരാജനെ പോലെയുള്ള ലൂസറിനൊപ്പം ഞാൻ മണ്ഡപത്തിലിരിക്കില്ല, ഒരിക്കലും ഇരിക്കില്ല. ഹായ്, നീ എന്റെ ഫേക്ക് ബോയ് ഫ്രണ്ട് ആകാമോ? എന്ത്? നീ എന്റെ ഫേക്ക് ബോയ് ഫ്രണ്ട് ആകാമോന്ന്? ഫേക്ക് ബോയ് ഫ്രണ്ടോ എന്ന് വെച്ചാ? അതൊക്കെ വിട്ടേക്ക്. ഫ്രീ ആയിട്ടല്ല, നിനക്ക് 5000 കിട്ടും. പിന്നെ ഔട്ട്ഫിറ്റും ആറ്റിറ്റ്യൂഡും ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. സോ ഡീൽ ഓക്കെ ആണോ? സമ്മതിക്ക ചേട്ടാ, പ്ലീസ് ഒന്ന് സമ്മതിക്കേ. ചേട്ടാന്നോ? ഒരു സെക്കൻഡ്, ഞാൻ നിന്റെ ചേട്ടനല്ല. ആദ്യം ചേട്ടൻ, പിന്നെ ചേട്ടത്തി. മാഡം, എനിക്കിതൊന്നും പറ്റില്ല, സോറി. കേൾക്ക് പ്ലീസ്, എന്നെ സഹായിക്ക് പ്ലീസ് പ്ലീസ്. ഈ ഫേക്ക് ബോയ് ഫ്രണ്ട് എന്താ? ആ ബോളിവുഡ് സിനിമ ഓർമ്മയില്ലേ? അതിലെ ഹീറോ ഒരു ദിവസം ചീഫ് മിനിസ്റ്റർ ആയിട്ട് അഭിനയിക്കും. അതുപോലെ നീ ഒരു ദിവസം എൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കണം. ഇന്നെൻ്റെ അമ്മയുടെ ബർത്ത്ഡേയാ. അതുകൊണ്ട് എനിക്കൊരു ഫേക്ക് ബോയ് ഫ്രണ്ടിനെ കൊണ്ടുപോകണം. ഇല്ലെങ്കിലേ അമ്മ എന്നെ ഏതോ പണക്കാരൻ തട്ടിപ്പുകാരനോട് വിവാഹം കഴിപ്പിക്കും. ദാറ്റ്സ് ദ പ്രോബ്ലം. അപ്പോ ഹെൽപ്പ് ചെയ്യൂ? ശരി, വെരി ഗുഡ്. എടാ പൊട്ട, നീ ഇത്ര എക്സൈറ്റഡ് ആവണ്ട. ശ്രദ്ധിക്കേ, അവൾ പറഞ്ഞത് ഫേക്ക് ബോയ് ഫ്രണ്ട് ആണെന്നാണ്. ഹലോ, എക്സ്ക്യൂസ് മീ. നീ ഫേക്ക് ബോയ് ഫ്രണ്ട് ആണ്, വെറും അഭിനയം. എന്റെ അവസ്ഥയെ മുതലെടുക്കാൻ നോക്കണ്ട നീ. ഒരു മിനിറ്റ്, എന്റെ അവസ്ഥയെ നീയാണ് ഉപയോഗിക്കുന്നത്. പിന്നെന്താ? ഞാൻ ഫേക്ക് ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ ഓക്കെ, ശരി. പക്ഷേ നിന്റെ അമ്മയ്ക്ക് മുൻപിലല്ല. അതുകൊണ്ട് ഞാൻ ഫേക്ക് അല്ല, റിയൽ ബോയ് ഫ്രണ്ട് ആണെന്ന് തന്നെ വിശ്വസിപ്പിക്കണം. കൈ പിടിക്കാൻ പെർമിഷൻ ഉണ്ടല്ലോ അല്ലേ? കാരണം നമ്മൾ 2 വർഷമായി ഭയങ്കര പ്രണയത്തിലാണെന്ന് നീ പറഞ്ഞില്ലേ, ശരിയല്ലേ? അതെ, ഓക്കെ, ഞാൻ പെർമിഷൻ തന്നിട്ടുണ്ട്. പക്ഷെ അതിന് കിടക്കണ്ട, അധികം ക്ലോസ് ആകാൻ ശ്രമിക്കണ്ട. ഞാൻ അങ്ങനെയുള്ള പെൺകുട്ടിയല്ല. പിന്നെ എനിക്കൊരാളെ ഓൾറെഡി ഇഷ്ടമാണ്. ഒരു സുന്ദരിയായ പെൺകുട്ടിയെ തേടിപ്പോയതാ ഞാൻ. ഇവൾക്ക് ഇപ്പൊ എന്നോട് ക്രഷാണോ? ആരാ അവൻ? അവൻ തന്നെ, ദ കാർ ഗുരു, ഇഷാൻ അസ്രാനി, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് അസ്രാനി എന്റർപ്രൈസസ്. അവൻ? ഓ യെസ്, സോറി, നീ ഒരു ഭിക്ഷക്കാരനല്ലേ, നിനക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ പ്രശ്നമില്ല, അവനെ ആരും നേരിൽ കണ്ടിട്ടില്ല. പക്ഷെ ലോകം മുഴുവൻ അവനെക്കുറിച്ച് അറിയാം. നിനക്കറിയോ, വെറും 18 വയസ്സിൽ തന്നെ എഞ്ചിനീയറിംഗിൽ ഏറ്റവും ഉയർന്ന നേട്ടം നേടിയ ആളാ. സ്വന്തം എഞ്ചിനീയറിംഗിലൂടെ ലോകത്തിലെ ഏറ്റവും വേഗവും സുരക്ഷിതവുമായ കാർ ഡിസൈൻ ചെയ്തത് അവനാ. അതുമാത്രമല്ല, 22-23 വയസ്സാകുമ്പോഴേക്കും എല്ലാ കാറുകളും അവൻ തന്നെ ഡിസൈൻ ചെയ്തത്. സ്റ്റൈലിഷ് കാറുകളെല്ലാം അവൻ തന്നെ ഡിസൈൻ ചെയ്യും. ഒരു അബ്സല്യൂട്ട് ജീനിയസ്, എന്റെ ഹീറോ. പിന്നെ നിനക്കറിയോ, ലക്ഷറിയും സ്പോർട്സ് കാർ സെഗ്മെന്റിലെ അവരുടെ കാറുകൾക്കായിട്ട് ലോകം മുഴുവൻ കാത്തിരിക്കുക. ഓ ആണോ? പക്ഷെ ഏറ്റവും നല്ല കാര്യം അറിയാമോ, ആ മനുഷ്യൻ തന്റെ വർക്കിന്റെ മുഴുവൻ ക്രെഡിറ്റും തന്റെ ടീമിനും ഫാക്ടറിയിലെ തൊഴിലാളികൾക്കും തന്നെ കൊടുക്കുന്നത്. ഹൗ സ്വീറ്റ്. അതാണ് എന്റെ ആദ്യ പ്രണയം.
വൺ സൈഡഡ് ആണ്, പക്ഷെ പ്രശ്നമൊന്നുമില്ല. സ്നേഹം എപ്പോഴും സ്നേഹം തന്നെയാണല്ലോ, അല്ലേ? സ്നേഹം സ്നേഹമാണ്. അതുകൊണ്ട് ഒന്ന് ദൂരം പാലിക്കണം. ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്താൽ മതി, ഓക്കെ? ഓ ശരി, ഇത്ര ദൂരം മതിയോ? അയ്യോ, ഞാൻ ചോദിച്ചില്ല, നിന്റെ പേരെന്താ? ഞാൻ ചോദിച്ചില്ലല്ലോ, നിന്റെ പേരെന്താ? ഇഷാൻ. അവസ്ഥി. ഇഷാൻ അവസ്ഥി. ഓക്കെ, അപ്പൊ ഇനി ലക്ഷ്മൺ രേഖ വരച്ചു കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഇനി നമുക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോവാം. അമ്മയുടെ ബർത്ത്ഡേ അല്ലേ? ശരി, പോവാം. ഹലോ ഷേർലി, 2 കോടി രൂപയുടെ ഒരു ഗിഫ്റ്റ് റെഡിയാക്ക്. ആശാ സിംഗിന്റെ പേരിൽ. അതും ഇന്ന് തന്നെ റായ് ബെർലിയിൽ എത്തണം. ഓക്കെ? ഭയ്യ, മണിപ്പൂരി കോളനി വരെ പോകാമോ? ഗ്രേറ്റ്. അയ്യോ കേൾക്ക്, ഒരു കാര്യം തരാൻ മറന്നു. ഇതാ, ഈ 10,000 വാങ്ങിക്ക്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ആൺകുട്ടി ആദ്യമായിട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കും. അതിനു വേണ്ടിയാ, സൂക്ഷിച്ചു കൊടുക്കണം. നോക്ക്, ഇന്ന് നീ വളരെ സുന്ദരിയായിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്, ഓർമ്മയുണ്ട്. എൻ്റെ പേര് ഇഷാൻ അവസ്ഥി. എൻ്റെ അച്ഛൻ ഡൽഹിയിലെ ഒരു പ്രമുഖ ബിസിനസ്സുകാരന്. ഞങ്ങൾ ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് നടത്തുന്നത്, വലിയ ബിസിനസ്. പക്ഷെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച്. പ്ലീസ് ക്യാരി ഓൺ. ഇരിക്കട്ടോ. ആശ ഡാർലിംഗ്, ഹാപ്പി ബർത്ത്ഡേ. ഹേയ്, താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്, നീ ഭയങ്കര ഹാപ്പി ആണല്ലോ. സത്യം പറ, എന്താ കാര്യം? എന്റെ ചെറിയ മകള് വലിയ കുട്ടിയായി. എന്താ സംഭവിച്ചെന്ന് പറ. രാവിലെ സംസാരിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല, പക്ഷെ പിന്നീട് വിളിച്ച് തന്റെ കൂടെ ഒരാളെ എന്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വാവ്, സീരിയസ്ലി? ഹാപ്പി ബർത്ത്ഡേ ആശാമ്മ. നീ ദീർഘായുസ് നേരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആശാമ്മ 100 വയസ്സ് വരെ ജീവിക്കട്ടെ. താങ്ക് യു. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്. അയ്യോ, താങ്ക് യു. 50,000 ആണ്. 50,000? ഇത്രയധികം ഞാനിത് എങ്ങനെ എടുക്കും? കൂടാതെ 1 രൂപ ശകുനമായിട്ടും. ഓഹോ, താങ്ക് യു. ആശാമ്മ, ഇനി എനിക്കുള്ളതെല്ലാം നിങ്ങളുടേതാ. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധിക്കണ്ട. പിന്നെ ജിയ എവിടെയാ? കാണുന്നില്ലല്ലോ. അവള് വരുന്നുണ്ട്, ഓൺ ദ വേ. അവളൊരാളെ കൊണ്ടുവരുമെന്നാ പറഞ്ഞത്. ബോയ് ഫ്രണ്ട് ആകും. അത് പിന്നെ ഒരു ഫ്രണ്ട്. അവള് കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെയാ വരുന്നത്, അല്ലേ? അവരുടെ കൂടെയാ വരുന്നത്. മോനെ, അവിടെ പോയി നോക്ക്. നിനക്ക് വേണ്ടി സ്വർണം കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്ത ഒരു വലിയ ബൂന്തി ലഡു എടുത്തു വെച്ചിട്ടുണ്ട്. പോയി നോക്ക്, എൻജോയ്. നീ എന്താടി ചെയ്തത്? സോറി. ഹായ് അമ്മേ. അയ്യോ ജിയ, എന്റെ ചക്കരെ. ഹാപ്പി ബർത്ത്ഡേ മമ്മ. താങ്ക് യു. ഇഷാൻ, ഹലോ ആന്റി. വാവ്, നല്ല മസിൽ. ഞാൻ ഇവനെ ഒന്ന് റോസ്റ്റ് ചെയ്യട്ടെ. കൺട്രോൾ യുവർ സെൽഫ്. നിന്റെ മകന്റെ പ്രായമാണവന്. നിനക്കിപ്പോഴും ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് കരുതി ഞാൻ എന്ത് ചെയ്യണം? മോനെ, നീ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ആന്റി, എൻ്റെ അച്ഛൻ ഡൽഹിയിലെ വളരെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹം. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഇമ്പോർട്ട് എക്സ്പോർട്ട് സ്റ്റാർട്ടപ്പ് നടത്തുക. അതിൽ നിന്ന് വർഷം ഏകദേശം 7 ലക്ഷം വരെ സമ്പാദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റ മോനാണ്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് രാവും പകലും ഷോപ്പിംഗ് ആണ് പണി. അമ്മ ഷോപ്പിംഗ് പോകുന്നോ? അപ്പൊ നീ വലിയ കുടുംബത്തിൽ നിന്നുള്ളതാണല്ലേ? നിന്റെ അമ്മ ലക്കിയാണല്ലോ. രാവും പകലും ഷോപ്പിംഗ്. വാവ്. ഇത് നിങ്ങൾക്കുള്ളതാ. അയ്യോ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നീ വന്നത് തന്നെ സന്തോഷം. ഗിഫ്റ്റും കൂടി. ഏയ് ജയരാജ്, ഇവിടെ വാ. ഇത് ജയരാജ്,
നമ്മുടെ സർപ്പഞ്ചിയുടെ ചെറുമകൻ വലിയ പണക്കാരനാ. ഇന്ന് തന്നെ എനിക്ക് 50,001 രൂപ ശകുനായിട്ട് തന്നു. ജിയ, വായ തുറക്ക്. തുറക്ക്. ഇത് നമ്മുടെ വെഡ്ഡിംഗ് ലഡു ആണ്. വെഡ്ഡിംഗ് ലഡു. അമ്മേ, കാര്യങ്ങൾ അങ്ങനെയല്ല. മമ്മിജി, എനിക്ക് 3 കാറുകളുണ്ട്. ഒന്ന് അച്ഛൻ ഓഫീസിലേക്ക് പോകാനെടുത്തു, ഒന്ന് അമ്മ പാർലറിലേക്ക് പോകാനെടുത്തു, മൂന്നാമത്തേത് എൻ്റേതാണ്. അത് ഇന്ന് എൻ്റെ അനിയത്തി ഫ്രണ്ടിന്റെ പാർട്ടിക്ക് കൊണ്ടുപോയി. ഒരു മിനിറ്റ്. കള്ളൻ കൈയോടെ പിടിക്കപ്പെട്ടു. പിടിച്ചു. നീ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് താൻ ഒറ്റ മകനാന്ന്? പിന്നെ ഈ അനിയത്തി ആകാശത്തുനിന്ന് പൊട്ടി വീണോ ഇപ്പോ? അമ്മേ, പിന്നെ അവൻ സത്യം തന്നെയാ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് അവരുടെ അർഹമായ ഐഡന്റിറ്റി കിട്ടാറുണ്ടോ? ആശാമ, ഇവര് രണ്ടുപേരും ചേർന്ന് കള്ളം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുക. നീ എന്നോട് കള്ളം പറഞ്ഞോ? ദൈവമേ, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ ഇങ്ങനെ ഒരു മകളെ എനിക്ക് തന്നത്? എല്ലാവരുടെയും മുന്നിൽ നീ എന്നെ അപമാനിച്ചില്ലേ? പ്ലീസ് ഒന്ന് നിർത്തമ്മേ. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ അല്ലേ? ഞാൻ അമ്മയെ പറ്റിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിശ്വസിക്ക്, ഞാൻ സത്യം തന്നെയാ പറയുന്നത്. പ്ലീസ് അമ്മേ. അപ്പൊ സത്യം പറ, ഈ വലിയ ബിസിനസ്സുകാരന്റെ മകൻ നിന്നെ എന്തിന് രക്ഷയിൽ കൊണ്ടുവന്നത്? അവൻ സത്യം തന്നെയാണ് പറഞ്ഞത്. അവന്റെ അനിയത്തി. മതിയാക്കൊന്ന്. ഇന്ന് സത്യം എന്താണെന്നും കള്ളം എന്താണെന്നും എല്ലാം അറിയും. ഗ്രേറ്റ്. ഇന്ന് എല്ലാവർക്കും ഡിന്നറിന് കടായി പനീർ കിട്ടും. കാരണം ഇവന്റെ കള്ളങ്ങൾ ഓരോന്നായി പിടിക്കപ്പെടുകയാ. ശരി, എല്ലാം പോട്ടെ. സത്യം എന്താന്ന് വെച്ചാ? അതെ, സത്യം പറ. നിനക്ക് എത്ര കാറുണ്ട്? അത് ഞാൻ ഇതുവരെ എണ്ണിയിട്ടില്ല. ഒരുപാടുണ്ട്. 1000-ൽ കൂടുതലുണ്ടാവും. എന്ത്? മുൻപേ പറഞ്ഞു 3 എണ്ണം. ഇപ്പൊ പറയുന്നു അവൻ എണ്ണിയിട്ടില്ലെന്ന്. കള്ളം പറയുന്നതിനും ഇല്ലടാ ഒരു പരിധി. നിന്റെ കള്ളങ്ങൾ കേട്ടാലേ ഡിറ്റക്ടർ പോലും റിസൈൻ ചെയ്യും. എന്റെ സത്യം കേട്ടാ നിന്റെ ലൈഫ് തന്നെ ലോഗൌട്ട് ആവും. എന്റെ പാർക്കിംഗ് ബില്ല് പോലും നിന്റെ ബാങ്ക് ബാലൻസിനേക്കാളും കൂടുതലാ. കള്ളങ്ങളോ? ബ്രോ, എന്റെ കള്ളങ്ങൾ പോലും ഇന്റർനെറ്റിൽ വെരിഫൈ ചെയ്യാവുന്നതാ. ലോസ്ല എന്ന പേരില് എനിക്കൊരു കാർ ഫാക്ടറി ഉണ്ട്. എന്താ ചെയ്യുന്നത്? ഇത്രയും ഭാരിച്ച കള്ളങ്ങൾ പറയല്ലേ. നിന്റെ അച്ഛൻ ഇലോൺ മസ്ക് ഒന്നുമല്ലല്ലോ. നമ്മുടെ കള്ളം പിടിക്കപ്പെട്ട നാളത്തെ ന്യൂസ് അതാകും. നമ്മൾ ലോക്കൽ ബെഗേഴ്സ് അല്ലെങ്കിൽ ജോക്കേഴ്സ് ആകും. പിന്നെ നോക്ക്, നിന്റെ കാരണത്താൽ ഞാൻ ഈ ലൂസർ ജയരാജനെ വിവാഹം കഴിക്കേണ്ടി വന്ന ഒറ്റ പൈസ ഞാൻ തരില്ല, ഓർത്തോ? ശരി, ഗെയിം അവസാനിപ്പിക്കാം. സത്യം എന്താന്ന് വെച്ചാ ഞാൻ എന്നെ വീണ്ടും പരിചയപ്പെടുത്താം. ഞാൻ ഇഷാൻ അവസ്ഥി, ജിയയുടെ ബോയ്ഫ്രണ്ട്. ജിയ എന്നെയാണ് തെരഞ്ഞെടുത്തത്. എന്താ മമ്മ? നമസ്തേ, ഞാൻ ജയരാജ്. ഞാൻ ഹാൻഡ് ഷേക്കും ഹഗ്ഗും ഒക്കെ എൻ്റെ നിലവാരത്തിലുള്ള ആൾക്കാരോട് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ ജിയയുടെ ഫ്യൂച്ചർ ഹസ്ബൻഡാണ്. ആശാമ തന്നെയാണ് ഞങ്ങളുടെ ബന്ധം ഫിക്സ് ചെയ്തത്. കൂടാതെ ആശാമ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നവരാണ്, അല്ലേ ആശാമ? അതെ, ഞാൻ എന്ത് ചെയ്യാനാ മോനെ? ഈ പെൺകുട്ടികൾ വലിയ സിറ്റിയിലൊക്കെ പോയി ആകെ വഷളാകുന്നു. ഞാൻ പറഞ്ഞത് അവളോട്, നിന്നെ പോലെ ഒരു ചെക്കനെ ഇനി കിട്ടില്ല, തിരഞ്ഞാലും കിട്ടില്ലെന്ന്. ഇത്രയും പണക്കാരൻ, ഇത്രയും റെസ്പെക്റ്റഡ് ആയ പവർഫുൾ ആയ ഒരാളെ ഇനി കിട്ടില്ല. പക്ഷേ എന്നെ കുറിച്ച് അവൾ ചിന്തിക്കുന്നില്ല. സിറ്റിയിലേക്ക് പോയതിനു ശേഷം ഇതാ അവളുടെ സ്വഭാവം. ഇപ്പൊ ഈ സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഇവനെയാണ് അവൾ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഡോണ്ട് മൈൻഡ്. അവൾ നിന്നെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നന്നായിരുന്നു. ഈ പ്രാവശ്യം അവളുടെ തിരഞ്ഞെടുപ്പ് തെറ്റാണ്. ഏയ് ജയരാജ്, നീ വിഷമിക്കണ്ട. ഇവളെക്കാളും നല്ലൊരു കുട്ടിയെ ഞാൻ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചു തരും. എന്ത് ആശാമ? എനിക്ക് ജിയെ തന്നെ വിവാഹം കഴിച്ചാൽ മതി. അതുപോട്ടെ, അവൻ ശകുനായി എത്രയാ തന്നത്? പാക്കറ്റ് ചെറുതായിരുന്നു, 10,000 ഉണ്ടാകുമായിരിക്കും. ആശാമ, ഞാൻ 50,000 രൂപയാ തന്നത്. ഇവൻ വെറും 10,000 രൂപയും. അവൻ ഇത്രയും പണക്കാരനാണെങ്കിൽ ഒരു റിച്ച് ഗിഫ്റ്റ് തന്നെ തരില്ലായിരുന്നോ?
ഇത് ഡൊണേഷൻ പോലെ തോന്നുന്നില്ലേ? ജയരാജ്, എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല. എന്താ? എനിക്കെന്താ കുഴപ്പം? ഇവൻ എന്നെക്കാളും പണക്കാരനാണോ, അല്ലെങ്കിൽ എന്നെക്കാളും നല്ലവനാണോ? അതെ, കാരണം ഞാൻ അവന്റെ ബാങ്ക് ബാലൻസ് അല്ല നോക്കുന്നത്. അവനെ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. നിന്നെപ്പോലെ അച്ഛന്റെ പണത്തിൽ ജീവിക്കുന്നവനല്ല. മിണ്ടാതിരിക്കും ജിയ. എന്താ നീ പറയുന്നത്? സിറ്റിയിലൊക്കെ പോയി ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് നീ മറന്നോ? ഞാൻ പറഞ്ഞത് ഇഷാന്റെ അച്ഛൻ ഒരു ചെറിയ ബിസിനസ്സുകാരനല്ല, വലിയ നഗരത്തിലെ ബിസിനസ്സുകാരനാ. ഇഷാൻ സ്വന്തമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാ. അച്ഛന്റെ പാൽക്കുപ്പിയായിട്ട് അവരുടെ പണത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. പിന്നെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ആളുമല്ല. അവന്റെ അച്ഛൻ വലിയ പണക്കാരനൊന്നുമല്ല. അതുകൊണ്ടാണ് ജിയെ അവൻ റിക്ഷയിൽ കൊണ്ടുവന്നത്. എന്റെ പൂ പോലെയുള്ള മകളെന്നെ റിക്ഷയിൽ കൊണ്ടുവന്നോ? റിക്ഷയിൽ കൊണ്ടുവന്നോ? അതെ, എന്റെ ആളുകൾ തന്നെ കണ്ടതാ. അവര് റിക്ഷയിൽ നിന്ന് ഇറങ്ങുന്നതും പണം കൊടുക്കുന്നതും എല്ലാം. അവന്റെ അച്ഛൻ പണക്കാരനല്ല. അവൻ നമ്മുടെ ജിയെ കൊടുക്കുക. നീ എന്താ വിചാരിച്ച് നിനക്ക് ജിയെ അത്ര എളുപ്പത്തിൽ അങ്ങ് സ്വന്തമാക്കാന്നോ? ഞാൻ ഇവിടെ ഉള്ളപ്പോ അവളെ സ്പർശിക്കാൻ പോലും നിനക്ക് കഴിയില്ല. മനസ്സിലായോ? അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയുമോ? അവൾ സ്നേഹിക്കുന്ന ആള് തന്നെയാണ് അവളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾ തിരിച്ചറിയുമോ?